ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവുമധികം പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രധാൻമന്ത്രി ജൻവികാസ് കാര്യക്രമിന്റെ അവലോകന യോഗം കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. കാട്ടുപന്നി സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ കർമ്മസേന രൂപീകരിച്ച് പ്രത്യേക ദൌത്യം നടപ്പാക്കുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ. ജേഡ് സർവീസിൽ ദക്ഷിണേഷ്യയിലെ പ്രധാന തുറമുഖം ആകാനൊരുങ്ങി വിഴിഞ്ഞം. സിപിഐഎം സംസ്ഥാന സമ്മേളനം ഇന്ന് കൊല്ലത്ത് ആരംഭിച്ചു. സമ്മേളനത്തിൽ നയരേഖ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് പഞ്ചാബ് എഫ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രധാൻമന്ത്രി ജൻവികാസ് കാര്യക്രമിന്റെ ദക്ഷിണ മേഖല അവലോകന യോഗവും പരിശീലന ശില്പശാലയും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും മന്ത്രി പറഞ്ഞു. നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കായി നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, സംസ്ഥാന ന്യൂനപക്ഷകാര്യമന്ത്രി വി അബ്ദുറഹിമാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കാട്ടുപന്നിയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി കർമ്മസേന രൂപീകരിച്ച് പ്രത്യേക ദൌത്യം നടപ്പാക്കുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. ഈ മാസം 15-നുള്ളിൽ പ്രക്രിയ പൂർത്തിയാക്കും. കാട്ടുപന്നികൾക്കായി വ്യാപകമായി തിരച്ചിൽ നടത്തുകയും ആവശ്യമെങ്കിൽ വെടിവയ്ക്കുവാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും. കണ്ണൂർ മൊകേരി പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാട്ടുപന്നിയെ വെടിവയ്ക്കുന്നതിനുള്ള ഉത്തരവ് പുതുക്കുന്നതിനുള്ള അവകാശം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്കുണ്ടെന്നും ട്രൈബിൽ ജനകീയ സഹകരണം ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുകയും ആവശ്യമെങ്കിൽ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് നേരത്തെ തന്നെ ഇറക്കിയിട്ടുണ്ട്. മുൻകരുതലുകൾ കഴിയുന്നത്ര എല്ലാ സ്ഥലങ്ങളിലും സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ്. എവിടെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്ന ഒരു സംശയം ഇവിടെ ഉന്നയിക്കപ്പെടുകയുണ്ടായി. പക്ഷേ അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. മലയോരങ്ങളിൽ ഈ സാന്നിധ്യം സ്ഥിരമായി നടക്കുന്നത് ഭീതിജനകമായ തന്നെ അത് പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നതാണ്. വന്യജീവികളുടെ ആക്രമണത്തിൽ ഉണ്ടായ കൃഷിനാശം വിലയിരുത്തി ജില്ലാ കൃഷി ഓഫീസർ ഒരാഴ്ചയ്ക്കകം വനം വകുപ്പിന് റിപ്പോർട്ട് നൽകണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മുഖേരിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ ശ്രീധരന്റെ വീടും മന്ത്രി സന്ദർശിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കുന്ന ദേശീയ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. നാരീശക്തിയിലൂടെ വികസിത ഭാരതം എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സായുധ സേനാംഗങ്ങൾ, ആശ, അംഗൻവാടി പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള വനിതകൾ പരിപാടിയിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ യുകെ പര്യടനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയെ അപലപിച്ച് ഇന്ത്യ. തീവ്രവാദ സംഘങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളെ അപലപിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ ജേഡ് സർവീസിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തെ കൂടി ഉൾപ്പെടുത്തി. ജേഡ് സർവീസിലെ ദക്ഷിണേഷ്യയിലെ പ്രധാന കേന്ദ്രമായി ഇതോടെ വിഴിഞ്ഞം തുറമുഖം മാറും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. MSCയുടെ ജേഡ് സർവീസിലേക്ക് ഉൾപ്പെടുത്തിയതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മറ്റൊരു കുതിച്ചുചാട്ടത്തിനാണ് ഒരുങ്ങുന്നത്. ലോകത്തിലെ പ്രധാന തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ചരക്ക് സർവീസിൽ വലിയ കപ്പലുകൾക്ക് ബെർത്ത് ചെയ്യാൻ കഴിയുന്നതും ഉയർന്ന തോതിൽ കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്യാൻ കഴിയുന്നതുമായ തുറമുഖങ്ങളെയാണ് MSC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ പട്ടികയിലേക്ക് ട്രയൽ റൺ പൂർത്തിയായി കമ്മീഷൻ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു തുറമുഖത്തെ ഉൾപ്പെടുത്തിയെന്നത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നാഴികക്കല്ലായി മാറുന്ന നേട്ടമാണ്. ജേഡ് സർവീസിലൂടെ ഇനി മുതൽ വിഴിഞ്ഞത്ത് നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നേരിട്ട് ചരക്കുകൾ കൊണ്ടുപോകാൻ കഴിയും. സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗവും കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന നയരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ഞായറാഴ്ച നടക്കുന്ന ബഹുജന റാലിയോടെയാണ് സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാവുക. ജോർദാനിൽ വെടിയേറ്റ് മരിച്ച തുമ്പ സ്വദേശി തോമസ് ഗബ്രിയേൽ പെരേരയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു. മൃതദേഹം സമയബന്ധിതമായി നാട്ടിലെത്തിക്കുവാനുള്ള നിർദ്ദേശം ഇന്ത്യൻ എംബസിക്ക് നൽകണമെന്നും മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യക്കടലാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂണിനെ ക്രൈംബ്രാഞ്ച് പിടികൂടിയ പശ്ചാത്തലത്തിൽ വകുപ്പ് തല നടപടികൾ ആരംഭിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്കൂൾ സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതേസമയം കേസിൽ ആരോപണം നേരിടുന്ന MS സൊല്യൂഷൻസിന്റെ സ്ഥാപകനും സിഇഒയുമായ ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങി. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതേ സ്ഥാപനത്തിലെ 2 അധ്യാപകർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഉത്സവ മേഖലകളിൽ ഹരിതചട്ടം കർശനമാക്കി. ക്ഷേത്രവളപ്പിലെ താൽക്കാലിക സ്റ്റോളുകളിലും ഉത്സവ മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും കോർപ്പറേഷനും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 25 കിലോയോളം പ്ലാസ്റ്റിക് നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സ്ഥാപനങ്ങൾക്ക് അധികൃതർ നോട്ടീസ് നൽകി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് KSRTC അധിക സർവീസുകൾ ഒരുക്കും. കിഴക്കേക്കോട്ടയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് 20 ബസ്സുകളുടെ ചെയിൻ സർവീസും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് 7:30 പൊന്നാന ദർശനം ഇന്ന്. രാത്രി 11:30 ഏറ്റുമാനൂരപ്പനെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് പൂജകൾക്ക് ശേഷം അർദ്ധരാത്രിയോടെ മണ്ഡപം തുറക്കുന്നതോടെയാണ് 7:30 പൊന്നാന ദർശനം ആരംഭിക്കുക. SDPI ഓഫീസുകളിലെ ED റെയ്ഡിനു പിന്നാലെ മലപ്പുറത്ത് സംഘടനാ പ്രവർത്തകർ പ്രതിഷേധം നടത്തി. ED റെയ്ഡ് നടന്ന SDPI ഓഫീസിന് മുന്നിലുണ്ടായ പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് ED ഉദ്യോഗസ്ഥർക്ക് തിരികെ പോകാൻ വഴിയൊരുക്കിയത്. 10 സംസ്ഥാനങ്ങളിലെ 12 SDPI ഓഫീസുകളിലാണ് ED റെയ്ഡ് നടത്തിയത്. ഓൺലൈൻ ഭക്ഷണ വിതരണ ശൃംഖലയായ സ്വിഗ്ഗിയിലെ തിരുവനന്തപുരം ജില്ലയിലെ തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിച്ചു. അഡീഷണൽ ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മാർച്ച് 10 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. തൃശൂർ മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. തോട്ടം തൊഴിലാളിയായ സഞ്ജയ് ആണ് മരിച്ചത്. ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം ലഹരി പാർട്ടി നടക്കുന്നതായുള്ള പരാതിയെ തുടർന്ന് അന്വേഷിക്കാൻ എത്തിയ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. കട്ടപ്പന സ്റ്റേഷനിലെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. ലഹരി സംഘത്തിലെ 4 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നികുതിദായകരെ സഹായിക്കുന്നതിനായി ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരത്തെ ആയക്കാർ സേവാ കേന്ദ്രത്തിൽ സജ്ജമാക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം നാളെ ആരംഭിക്കും. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയായിരിക്കും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുക. മാർഗ്ഗനിർദ്ദേശം ആവശ്യമുള്ള നികുതിദായകരെ സഹായിക്കുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നാളെ സംഘടിപ്പിക്കുന്ന പരിപാടി പ്രശസ്ത നർത്തകി സിതാര ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സ്ത്രീ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ GB താജി ക്ലാസ് എടുക്കും. CBC അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി പരിപാടിക്ക് അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെയും മറ്റന്നാളും താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് പകൽ 10 മുതൽ 3 മണിവരെ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 609 പോയിന്റ് ഉയർന്ന് 74,340-ലും നിഫ്റ്റി 207 പോയിന്റ് ഉയർന്ന് 22,544-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 8,020 രൂപയും പവന് 360 രൂപ കുറഞ്ഞ് 64,160 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രധാൻമന്ത്രി ജൻ വികാസ് കാര്യക്രമിന്റെ അവലോകന യോഗം കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. കാട്ടുപന്നി സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ കർമ്മസേന രൂപീകരിച്ച് പ്രത്യേക ദൌത്യം നടപ്പാക്കുമെന്ന് വനംമന്ത്രി AK ശശീന്ദ്രൻ. ജേഡ് സർവീസിൽ ദക്ഷിണേഷ്യയിലെ പ്രധാന തുറമുഖമാകാനൊരുങ്ങി വിഴിഞ്ഞം. CPIM സംസ്ഥാന സമ്മേളനം ഇന്ന് കൊല്ലത്ത് ആരംഭിച്ചു. സമ്മേളനത്തിൽ നയരേഖ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് പഞ്ചാബ് FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.